ഇപ്പോൾ റൊണാൾഡോയ്ക്ക് ഒരു ലോകകപ്പിനുള്ള അർഹത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആരാധകർ അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുൻകാലങ്ങളിൽ ഒരുപക്ഷെ ക്രിസ്ത്യാനോയെ ബേസ് ചെയ്തിട്ടായിരിക്കും പോർച്ചുഗൽ എന്ന് പറഞ്ഞ ടീം കളിക്കുക, അല്ലെങ്കിൽ അറ്റൻഷൻ അദ്ദേഹത്തിലേക്ക് മാത്രമായിരിക്കും. പക്ഷേ ഓഫ് ദ ലേറ്റ് ഇപ്പോൾ വരുന്ന ടീം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനോ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ക്രിസ്ത്യാനോ സെൻറ്റേഡ് ടീമല്ല. ക്രിസ്ത്യാനോയ്ക്കൊപ്പമോ ആ നിലയിലേക്ക് ശേഷിയുള്ള പ്രതിഭയുള്ള കുറേ പ്ലെയേഴ്സ് പ്രത്യേകിച്ച് മിഡ്ഫീൽഡിലൊക്കെ ആണെങ്കിലും ഉണ്ട്. അവരുടെ കോച്ചും തരമേന മിടുക്കനായൊരു കോച്ചാണ്. അപ്പോൾ ഒരു നല്ലൊരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നുണ്ട് ഈ വേൾഡ് കപ്പ് പോർച്ചുഗലിനാകാം അവരുടെ ആദ്യത്തെ ലോകകപ്പ് എന്ന് പറഞ്ഞൊരു സ്വപ്നം. ആ സ്വപ്നത്തോടെ ഒരുപക്ഷെ ക്രിസ്ത്യാനോ ഈ പറഞ്ഞ ബൂട്ടഴിക്കാം. അതൊരു സ്വപ്ന സമാനമായൊരു കാര്യമാണ്. സാർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ക്രിസ്ത്യാനോ ലോകകപ്പ് നേടിക്കൊണ്ട് ബൂട്ടഴിക്കുക എന്ന് പറഞ്ഞാൽ ലോക ഫുട്ബോളിലൊരു മനോഹരമായ ഒരു മുഹൂർത്തമായിരിക്കും. കാരണം വെച്ചാൽ ക്രിസ്ത്യാനോയെ ആരാധിക്കുന്ന ഒത്തിരി കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ ലോകത്തുണ്ട്. അതെ. ആകെയുള്ളൊരു പ്രശ്നം വെച്ചാൽ ക്രിസ്ത്യാനോ ഇത്രയും നാൾ കളിച്ച ലോകകപ്പുകളിലൊന്നും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ പറ്റിയൊരു ടീമുണ്ടായിരുന്നില്ല. ഇത്തവണ അതുണ്ട്. അത് യങ് ടീമാണ്. ക്രിസ്ത്യാനോയ്ക്ക് പ്രായം എത്ര എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ യങ് ടീമാണ്. അത് യൂത്തിൻ്റെ ബ്ലെൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ അകത്ത്. കാരണം അവിടെ നേരത്തെ മനോജ് പറഞ്ഞ പോലെ തന്നെ ക്രിസ്ത്യാനോ ഇല്ലെങ്കിലും വേണമെങ്കിൽ ഈ പോർച്ചുഗൽ ടീമിന് ഈ വേൾഡ് കപ്പ് കളിക്കാം, ജയിക്കുകയും ചെയ്യാം. പക്ഷേ ക്രിസ്ത്യാനോയും കൂടി വരുമ്പോൾ, ക്രിസ്ത്യാനോ മാത്രമല്ല ബ്രൂണോ പോലുള്ള പ്ലേയേഴ്സും കൂടി വരുമ്പോൾ ലീഡർഷിപ്പുമായി ആണ്. ഇപ്പോൾ സ്പെയിനിന് നമ്മൾ പറഞ്ഞ ഇല്ലാത്ത ഒരു കാര്യം ഇവർക്കുണ്ട്. ഒന്നിലേറെ പ്ലേയേഴ്സ് ഉണ്ട്. അതെ, ക്രിസ്ത്യാനോ ഒരാളല്ല രണ്ടാളാണെന്ന് പറയേണ്ടി വരും ആ ലീഡർഷിപ്പും ഒരു കാര്യത്തിന് കൊടുക്കുന്ന ഒരു ഇതിലൊക്കെ. പിന്നെ അവരുടെ ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു ഗെയിമിനുള്ള കപ്പാസിറ്റി ടാക്റ്റിക്കലി നല്ലതാണ്. സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്, പുതുമയുള്ള ടീമാണ്. ഇതുവരെ കണ്ട പോർച്ചുഗലല്ല നമ്മളിപ്പോൾ കാണാൻ പോകുന്ന പോർച്ചുഗലിനെ യൂറോപ്പിലെ ബ്രസീൽ എന്നൊക്കെ പറയുമായിരുന്നു. അത് അതിൻ്റെ ഒരു ഫ്ലോ ഇതുകൊണ്ടാണ്. അപ്പോൾ ആ ഫ്ലോയും ഈ ടാക്റ്റിക്കലി ഉള്ള മികവും എല്ലാം കൂടി ചേർത്ത് വന്നിരുമ്പോൾ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഈ പുതിയ കളിക്കാരെല്ലാവരും നല്ല ക്രിയേറ്റീവ് മിടുക്കന്മാരാണ്. അതിലാണ് ഈ യൂറോപ്പിലെ ബ്രസീൽ എന്ന് പറയാവുന്ന ഒരു വിശേഷണത്തിന് അവർ അർഹരാക്കുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. നേരത്തെ എംബാപ്പയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ, പക്ഷേ ക്രിസ്ത്യാനോയാണ് ഗോളടിക്കേണ്ടത്, ക്രിസ്ത്യാനോയാണ് അവസാനത്തെ അണിയടിക്കേണ്ടത് എന്ന് വിചാരിച്ചാൽ അത് ടീമിന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നാൽ അത് ഗുണകരമാകില്ല ഇനിയുള്ള ഫുട്ബോളിൽ. പ്രത്യേകിച്ചും ഈ ലോകകപ്പിൽ അത് ഗുണകരമാകില്ല. വ്യക്തിവികാരത്തെക്കാൾ ടീം വികാരം വരണം. അതെ, ഈ ക്രിയേറ്റിവിറ്റി ഇതെല്ലാം ഉള്ളപ്പോഴും പോർച്ചുഗൽ പ്രൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ അവരുടെ കൺസിസ്റ്റൻസിയിൽ പ്രശ്നമുണ്ട്. അത് ഏത് ദിവസം എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അത് ബ്രസീലിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ആ കൺസിസ്റ്റൻസിയിലെ പ്രശ്നം അവരെ അലട്ടും. ലാറ്റിൻ അമേരിക്കയിലെ ബ്രസീലിനും യൂറോപ്പിലെ ബ്രസീലിനും ആ പ്രശ്നമുണ്ട്, അവരെ കൺസിസ്റ്റൻസി പ്രശ്നമുണ്ട്. കാരണം അവർക്ക് തന്നെ അറിഞ്ഞൂടാ നാളെ നമ്മൾ കളിക്കുമ്പോൾ എങ്ങനെയാകും, ആരായിരിക്കും കൂടുതൽ ടീമിനെ ഒരുമിച്ച് നിർത്തിയിട്ട്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഒരു പ്ലെയർക്ക് മാത്രമല്ലല്ലോ കൺസിസ്റ്റൻസി, ഒരു പ്ലെയർ ടീമിന് മൊത്തത്തിൽ. അപ്പോൾ അത് അവരുടെ ദൗർബല്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടി വരും. മാത്രമല്ല ഇപ്പം എൻ്റെ അകത്തുള്ള വലിയൊരു സംഭവം എന്ന് വെച്ചാൽ മെസ്സി ലോക ഫുട്ബോളിൻ്റെ തലപ്പത്ത് ഒരു കൊടുമുടിയിൽ നിൽക്കുന്നു, മറ്റൊരു കൊടുമുടിയിൽ ക്രിസ്ത്യാനോ നിൽക്കുന്നു. മെസ്സി ലോകകപ്പ് നേടിക്കഴിഞ്ഞു. മെസ്സി ഓൾ ടൈം ഗ്രേറ്റ് അല്ലെങ്കിൽ ഗോട്ട് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് പല തർക്കമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ ഇത് കാണുമ്പോൾ ആരാധകർ നമ്മളെ രണ്ടുപേരെയും ഓടിച്ചിട്ടടിക്കും. ചിലപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഓൾ ടൈം ഗ്രേറ്റ് അല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ചില 10 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ 2036 തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്രേറ്റ് ആണോ ഇല്ലയോ എന്ന്. ആ ഗ്രേറ്റ് ആണെങ്കിൽ അദ്ദേഹം ഈ ലോകകപ്പിലെങ്കിലും ഗ്രേറ്റ് ആണെന്നുള്ള ലേബലില്ലാതെ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരാളാണ്. സ്വാർത്ഥത ഉണ്ടാകരുത്. ടീമിൽ ഈ ടീം ബാക്കി എല്ലാ ചേരുവത്ത ടീമാണ്. അവർക്കൊരു ലീഡർ വേണം. ആ ലീഡർ അദ്ദേഹം മാത്രമല്ല, ബ്രൂണോയും നല്ല ലീഡർ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കൈവരിക്കാൻ ഇനി വേണ്ടത് ടീമിൻ്റെ ഒത്തൊരുമയാണ്. അപ്പോൾ അതിൽ ഒരു വലിയ സൂപ്പർ താരം ഉണ്ടാകുന്നേക്കാൾ നല്ലത് താരങ്ങളിലെ ഒരു താരമായിട്ട് ഇദ്ദേഹം നിൽക്കുന്നതാണ്. അപ്പോൾ മെസ്സി മുകളിൽ ഒരു ഭാഗത്ത് ഒരു കൊടുമുടിയിൽ നിൽക്കുന്നു, ക്രിസ്ത്യാനോ ഒരു കൊടുമുടിയിൽ നിൽക്കുന്നുവെങ്കിൽ ഇവർ തമ്മിൽ ഒരു പോരാട്ടം വരാനുള്ള സാധ്യതയാണ് ഈ ലോകകപ്പിൻ്റെ ഏറ്റവും മനോഹരമായ സാധ്യത. അട്രാക്ഷൻ. ക്വാർട്ടർ ഫൈനൽ അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്.
അതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അർജന്റീന ഫസ്റ്റ് റൗണ്ടിൽ 2ാം സ്ഥാനത്തായി പോകണം ഗ്രൂപ്പിൽ. ജെ ഗ്രൂപ്പിലാണല്ലോ അർജന്റീന കളി. ഇപ്പോഴത്തെ നിലയിൽ അത് സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു ഫൈറ്റ് വരും. ക്ലാഷ് അതായിരിക്കും ഫൈറ്റ് ഈ ആരാധകരുടെ ലോകകപ്പിന്റെ ഫൈനൽ. അതെ ഫൈനൽ ബിഫോർ ദ ഫൈനൽ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരും. അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു റിതം ഉള്ള ടീം നിലവിലത്തെ ഫോമിലും ട്രാക്ക് റെക്കോർഡിലും അർജന്റീനയാണ്. ശരിയാണ്, സ്റ്റേബിളാണ്, സ്റ്റെബിലിറ്റിയുണ്ട്. പോർച്ചുഗലിന് റിതം ഉണ്ടാകാതിരിക്കാം, പക്ഷേ അർജന്റീനയുടെ റിതം പൊളിക്കാൻ പോർച്ചുഗലിന് പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അർജന്റീന റിതം കണ്ടെത്തുകയും അത് കീപ്പ് ചെയ്യുകയും ചെയ്താൽ ക്രിസ്ത്യാനോ മുൻനിരയിൽ കളിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. സപ്ലൈ ബോൾ എത്തൂല. പക്ഷെ അർജന്റീനയ്ക്കുള്ള ഒരു കാര്യം വെച്ചാൽ ഒരു ട്രാൻസിഷൻ എഫിഷ്യൻസി എന്ന് പറയേണ്ടത്, അത് ഒരു കളിയിലെ ട്രാൻസിഷൻ. ബാക്കിൽ നിന്ന് ബോൾ വരുന്നു, മുന്നിൽ വരുന്നു, അറ്റാക്ക് ചെയ്യുന്നു. എതിരാളിക്ക് ബോൾ കിട്ടുന്നു, അവർ വരുന്നു, അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ പൊളിക്കുക, എന്നിട്ട് അത് അടുത്ത അറ്റാക്കായിട്ട് കൺവേർട്ട് ചെയ്യുക. അത് അങ്ങനെ വരുന്നു ഈ ട്രാൻസിഷൻ. അതിൻ്റെ ഒരു എഫിഷ്യൻസി പോർച്ചുഗലിനില്ല, അർജന്റീനയ്ക്ക് ഉണ്ട്. അതിനെ എങ്ങനെ പൊളിക്കും എന്നുള്ളതാണ്. അർജന്റീനയ്ക്ക് ഈ വെർട്ടിക്കൽ പാസുകളുടെ അത് കഴിഞ്ഞ 4 വർഷം അവർ പരീക്ഷിച്ചതാണ്, പ്രൂവ് ചെയ്താണ്. അപ്പോൾ ആ വെർട്ടിക്കൽ അറ്റാക്കുകളും മിഡ്ഫീൽഡിലെ അവർ എല്ലാ ബോളിനും അല്ലെങ്കിൽ എതിർ കളിക്കാരെ ഫിസിക്കലി ഹൈ പ്രസ് ചെയ്യുന്നതല്ല അർജന്റീനയുടെ രീതി. അതിന് പകരം അവർ എതിരാളി ബോൾ പാസ് ചെയ്യാൻ സാധ്യതയുള്ള മേഖലകൾ പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ചലഞ്ച് പോർച്ചുഗൽ നേരിട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. പോർച്ചുഗൽ അങ്ങനത്തെ ചലഞ്ച് നേരിട്ട് മാറണമെങ്കിൽ ആ പോർച്ചുഗൽ മിഡ്ഫീൽഡ് മൊത്തത്തിൽ ടീം ലീഡേഴ്സായിട്ട് മാറണം. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതായിട്ട് ഞാൻ പറയുന്നത്, ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പ് നേടി പിരിയുക എന്നുള്ളത് ലോക ഫുട്ബോളിലെ മനോഹരമായ ഒരു മുഹൂർത്തം തന്നെ ആയിരിക്കും, സംശയമില്ല. കാരണം ഇത്രയും നാൾ ഫുട്ബോളിനോട് ഇത്രയും കമ്മിറ്റഡ് ആയിട്ട്, കോമ്പറ്റിറ്റീവ് ഫുട്ബോളിനോട് ഏറ്റവും കൂടുതൽ അങ്ങേറ്റം കമ്മിറ്റഡ് ആയിട്ട് നിന്നിട്ട് ഒരു തരി വെള്ളം ചേർത്തിട്ടില്ല ഫുട്ബോളിൽ. അദ്ദേഹം ഒരു പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ശരിയാണ്, അതിനോട് മുഴുവൻ സമയം കമ്മിറ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരാൾക്ക് ലോകകപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ല മനോഹരമായ മുഹൂർത്തമായിരിക്കും. പക്ഷെ ആ മുഹൂർത്തത്തിന് തടസ്സം ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, ലോകത്തിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള 2 കളിക്കാർ തമ്മിൽ വരുന്ന ഒരു മുഹൂർത്തമാണ് പോർച്ചുഗലിൻ്റെ മുന്നിൽ ഒരു പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത്.